ഹലോ. കണ്ണെന്ന ഭാഗത്തു നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട PSC ക്വസ്റ്റ്യൻസ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ്. ഈ ആത്മാവിലേക്കുള്ള ജാലകം എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്ണാണ്. സീലിയറി പേശികൾ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സീലിയറി പേശികൾ. നേത്രഗോളത്തില് ഭിത്തിയില് വാസ്കുലാർ പാളി കോറോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. നേത്രഗോള ഭിത്തിയിലുള്ള വാസ്കുലാർ പാളി കോറോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. തീവ്രപ്രകാശത്തില് കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. തീവ്രപ്രകാശത്തില് കൃഷ്ണമണി ചുരുങ്ങും, മങ്ങിയ പ്രകാശത്തില് കൃഷ്ണമണി വികസിക്കും. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 25 സെന്റിമീറ്റർ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ 150 ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്. എത്രയാണ്? 150 ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്. കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. ദൃഢപടലം, അതാണ് സ്ക്ലീറ എന്നും പറയുന്നത്. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം, ഏറ്റവും പുറമെയുള്ള പാളി. കണ്ണിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന സുഷിരമാണ് പ്യൂപ്പിൾ. കാഴ്ചയില്ലാത്തവർ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വടിയുടെ പേരാണ് വൈറ്റ് കെയിൻ. വൈറ്റ് കെയിൻ. കാഴ്ചയില്ലാത്തവർ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വടി വൈറ്റ് കെയിൻ. ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് കണ്ണിൻ്റെ ഏത് പ്രത്യേകത മൂലമാണ്? വീക്ഷണക്ഷമത മൂലമാണ്. വീക്ഷണക്ഷമത. വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിൻ്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത. വീക്ഷണസ്ഥിരത. മറ്റേത് വീക്ഷണക്ഷമത. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളിയാണ് സ്ക്ലീറ. സ്ക്ലീറ, ദൃഢപടലം എന്ന് പറയും. അപ്പോൾ നേത്രഗോളത്തിന് ആകൃതി നൽകുന്നത് ദൃഢപടലമാണ്. നേത്രത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. നേത്രത്തിൻ്റെ വ്യാസം എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗമാണ് ഐറിസ്. പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗമാണ് ഐറിസ്. മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ് കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളാണ്. ഏതാണ്? കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്ന സ്ഥലമാണ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന. പ്രതിബിംബം ഉണ്ടാകുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നേരിട്ട് സ്വീകരിക്കുന്ന കണ്ണിലെ ഭാഗം ഏതാണ്? കോർണിയയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നേരിട്ട് സ്വീകരിക്കുന്ന കണ്ണിലെ ഭാഗമാണ് കോർണിയ. ഒഫ്താൽമോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കണ്ണ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. കണ്ണിൻ്റെ ലെൻസിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്നത് ഐറിസ് ആണ്. കണ്ണിൻ്റെ ലെൻസിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്നത് ഐറിസ്. അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് രക്തത്തിൽ നിന്നുമാണ്. അക്വസ് ദ്രവം, കണ്ണിലെ അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് എവിടെ നിന്നുമാണ്? രക്തത്തിൽ നിന്നുമാണ് രൂപം കൊള്ളുന്നത്. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഒഫ്താൽമോളജി. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് കണ്ണിനെ ബാധിക്കുന്ന ഒരു ന്യൂനതയാണ്. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. നേത്രദാനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? കോർണിയയാണ്. നേത്രദാനത്തിന് ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? കോർണിയ. കോർണിയാണ് ഉപയോഗിക്കുന്നത്. കോർണിയ ഒഴികെയുള്ള കണ്ണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം എന്തെന്നാണ് അറിയപ്പെടുന്നത്? കൺജങ്ക്റ്റീവ. കൺജങ്ക്റ്റീവ എന്നാണ് അറിയപ്പെടുന്നത്. കോർണിയ ഒഴികെയുള്ള കണ്ണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് കൺജങ്ക്റ്റീവ എന്നാണ്. കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളിയാണ് ദുവ. ഏതാണ്? ദുവയാണ്. ദുവ. കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ദുവ. മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 16 സെക്കൻഡാണ്. വീക്ഷണ സ്ഥിരത എത്രയാണ്? 16 സെക്കൻഡാണ്. അയഡോപ്സിൻ. അയഡോപ്സിൻ്റെ മറ്റൊരു പേരാണ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ. അയഡോപ്സിൻ്റെ മറ്റൊരു പേരെന്താണ്? ഫോട്ടോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. അയഡോപ്സിൻ്റെ മറ്റൊരു പേരാണ് ഫോട്ടോപ്സിൻ. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കൺപോളകളാണ്. കണ്ണിലെ കാവൽക്കാർ കൺപോളകളാണ്. കണ്ണിലെ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന
പേശികളാണ് സീലിയറി പേശികൾ. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ലൈസോസൈം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം. ഒരു കുഞ്ഞു ജനിച്ച് 3 ആഴ്ച കഴിയുമ്പോഴാണ് കണ്ണുനീരുണ്ടാകുന്നത്. 3 ആഴ്ച കഴിയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കണ്ണുനീരുണ്ടാകുന്നത്. അടുത്തത് സ്നെല്ലൻസ് ചാർട്ട്. സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്നെല്ലൻസ് ചാർട്ട്. ഈ സ്നെല്ലൻസ് ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലനാണ്. ഹെർമൻ സ്നെല്ലനാണ് വികസിപ്പിച്ചത്. 1862 ഇത് വികസിപ്പിച്ചെടുത്തത്. ഹൈപ്പർ മെട്രോപ്പിയുടെ മറ്റൊരു പേരാണ് ദീർഘദൃഷ്ടി. എന്താണ്? ദീർഘദൃഷ്ടി. ഹൈപ്പർ മെട്രോപ്പിയുടെ പേരെന്താണ്? ദീർഘദൃഷ്ടി. നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. അന്ധബിന്ദു. നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം ഏതാണ്? അന്ധബിന്ദു. നേത്രനാടി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് നെർവ്. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. അപ്പോൾ പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ എന്ത് നഷ്ടപ്പെടും? ഇലാസ്തികത കുറയും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയാണ് വെള്ളെഴുത്തെന്ന് പറയുന്നത്. എത്ര മീറ്റർ അകലത്തിലാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടതെന്ന് അറിയാമോ? 6 മീറ്റർ അകലത്തിലാണ്. 6 മീറ്റർ അകലത്തിലാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. ഈ വിട്രിയസ് അറയിൽ മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ. അപ്പോൾ വിട്രിയസ് അറയിൽ മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഏതാണ്? ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്ന ഭാഗമാണ് സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്ന ഭാഗം സീലിയറി പേശികൾ. സ്നെല്ലൻ ചാർട്ടിൽ വരികളുടെ എണ്ണം 11 ആണ്. 11 വരികളുണ്ട് സ്നെല്ലൻ ചാർട്ടിൽ. എത്രയാണ്? 11 വരികൾ. റെറ്റിനയിലെ പാളികളുടെ എണ്ണം എത്രയാണ്? 10 പാളികളാണുള്ളത്. റെറ്റിനയിൽ 10 പാളികളാണുള്ളത്. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പേശികളാണ് ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്നത്. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പേശികളാണ് ബാഹ്യ കൺപേശികൾ. എന്താണ് നേത്രകോടരം? തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് നേത്രകോടരം അഥവാ ഓർബിറ്റ് എന്നറിയപ്പെടുന്നത്. നേത്രകോടരം കണ്ണ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് നേത്രകോടരം അഥവാ ഓർബിറ്റ്. നേത്രകോടരത്തിലെ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പേശികളാണ് ബാഹ്യ കൺപേശികൾ. കണ്ണിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. ഒപ്റ്റിക് നെർവാണ്. ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അസ്റ്റിഗ്മാറ്റിസം എന്താണ്? ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം. എന്താണ് അസ്റ്റിഗ്മാറ്റിസം? മനുഷ്യ നേത്രത്തിന് കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം 400 മുതൽ 700 വരെ നാനോമീറ്റർ ആണ്. അപ്പോൾ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചുറ്റുപാടിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു ഇന്ദ്രിയം കൂടിയാണ് കണ്ണ്. ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് കണ്ണിന്റെ ദ്വിനേത്ര ദർശനം എന്ന പ്രത്യേകത മൂലമാണ്. ഏത് പ്രത്യേകതയാണ്? ദ്വിനേത്ര ദർശനം. ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് ദ്വിനേത്ര ദർശനം കാരണമാണ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണു പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ടോണോമെട്രി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതി ഏതാണ്? ടോണോമെട്രി. ടോണോമെട്രി. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനതയാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി. നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനത ഏതാണ്? ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി. നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് കാരണം ഉണ്ടാകുന്നതാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാണ്? ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. പ്രകാശത്തിന്റെ തീവ്രത കുറയുമ്പോൾ കൃഷ്ണമണിക്ക് എന്താണ് സംഭവിക്കുന്നത്? കൃഷ്ണമണി വികസിക്കുകയാണ് ചെയ്യുന്നത്. തീവ്രത കൂടുമ്പോൾ ചുരുങ്ങും, കുറയുമ്പോൾ വികസിക്കും. കണ്ണിലെ ഏറ്റവും കാഴ്ച കൂടിയ ഭാഗമാണ് പീതബിന്ദു. പീതബിന്ദു. കണ്ണിലെ ഏറ്റവും കാഴ്ച കൂടിയ ഭാഗമാണ് പീതബിന്ദു. കണ്ണ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തമാണ് ബോറിക് ആസിഡ്. ഏതാണ്? ബോറിക് ആസിഡ്. ബോറോൺ സംയുക്തമാണ് ബോറിക് ആസിഡ്. കണ്ണ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. നേത്രഗോളത്തിന്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മകുലാ ലൂട്ടിയ. ഏതാണ്? മകുലാ ലൂട്ടിയ. അപ്പോൾ നേത്രഗോളത്തിന്റെ പിൻഭാഗത്താണ് അന്ധബിന്ദു. അന്ധബിന്ദുവിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മകുലാ ലൂട്ടിയ.
നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഒക്കുലോമോട്ടോർ നാഡി. ഏതാണ്? ഒക്കുലോമോട്ടോർ നാഡി. നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഒക്കുലോമോട്ടോർ നാഡി. ഒക്കുലോമോട്ടോർ നാഡി.